ഹായ് ഹലോ. നമ്മുടെ റെയിൽവേ NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ജൂൺ 5 സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ എക്സാം എഴുതാൻ പോയ എൻ്റെ കുറച്ച് അനുഭവങ്ങളും അതുപോലെ ഇനി എഴുതാൻ പോകുന്നവർക്കുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൂടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഹോൾ ടിക്കറ്റ് നമ്മൾ നന്നായിട്ട് വായിച്ച് നോക്കണം. ഇതിനകത്ത് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരത് തന്നെ നോക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് ഈ ഒരു കോൾ ലെറ്ററും അതുപോലെ 2 ഫോട്ടോഗ്രാഫ്സും 2 ID കാർഡും വേണം. ആധാർ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ ID പ്രൂഫ് അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ നമ്മുടെ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെ ഏതെങ്കിലും ഒന്നുകൂടി കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഈ ഒരു ഹോൾ ടിക്കറ്റിൽ വന്നിരിക്കുന്ന അതേ ഫോട്ടോ തന്നെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. 2 എണ്ണം കൊണ്ടു ചെല്ലാനാണ് പറയുന്നതെങ്കിലും ഒരെണ്ണം മാത്രമാണ് ആ ഹാൾ ടിക്കറ്റിൻ്റെ ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഫോട്ടോ അതിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് അവർ തന്നെ തിരികെ കട്ട് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റിൻ്റെ ഈ ഒരു പേജിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ബാക്ക് സൈഡിൽ പ്രിൻ്റ് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോകുമ്പം ചില കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഈ ഒരു പേജിൻ്റെ ബാക്ക് സൈഡിൽ നെക്സ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് തരും. അങ്ങനെ ഹോളിൽ അലോ ചെയ്യുന്നതല്ല. അതായത് ബാക്കി എല്ലാ പേജും നമ്മൾ സ്റ്റാപ്ലെയർ ചെയ്ത് വെച്ചിട്ട് പോയാലും അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് പേജ് മാത്രമാണ് നമുക്ക് ഹോളിലേക്ക് അലോ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ റിപ്പോർട്ടിംഗ് ടൈം എത്ര മണിയാണോ അത് ആ ഷിഫ്റ്റ് അനുസരിച്ച് ആ റിപ്പോർട്ടിംഗ് ടൈം നമ്മുടെ ഹോൾ ടിക്കറ്റിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിംഗ് ടൈമിന് മുൻപ് തന്നെ നമ്മൾ അവിടെ എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ സാധാരണ PSC എക്സാം പോലെ ഗേറ്റ് ക്ലോഷറിൻ്റെ തൊട്ട് മുൻപുള്ള സമയത്ത് നമ്മൾ ചെല്ലാൻ നിന്നാൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് അതിന് മുൻപുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം സമയം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു റിപ്പോർട്ടിംഗ് ടൈമിന് മുൻപ് തന്നെ നമ്മൾ അവിടെ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മുടെ ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഹോളിൽ അലോ ചെയ്യുന്നതല്ല, എല്ലാം തന്നെ റിമൂവ് ചെയ്തേണ്ടി വരും. നമ്മുടെ നോ സ്റ്റഡ്, അതുപോലെ സെക്കൻഡ് സ്റ്റഡ്, പിന്നെ നമ്മുടെ ഗോൾഡ് ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവർ റിമൂവ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ തലയിലുള്ള ക്ലിപ്പ് വരെയും അവർ പെൺകുട്ടികളെ സംബന്ധിച്ച് റിമൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മാത്സിൻ്റെയൊക്കെ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് റഫ് പേപ്പറും അതുപോലെ പെന്നും അവിടുന്ന് തന്നെ തരുന്നുണ്ട്. നമ്മളതൊന്നും ഹോളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടില്ല. ഈ ഒരു എക്സാമുമായി സംബന്ധിച്ച് മറ്റേതെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്.